Hello guys, welcome back to Treeza's Cookery and Craft. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഞാൻ കംപ്ലീറ്റ്ലി കാണിക്കുന്നില്ല, ഇച്ചിരി കാണിക്കുന്നുള്ളൂ. ബിക്കോസ് ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ആയി, എൻ്റെ വേറെ പണിയൊക്കെ ആയി. മൊത്തത്തിലുള്ള പണിയെടുക്കുന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ചെറിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് മാത്രം. അപ്പോൾ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് നേരം ചെടിയൊക്കെ പുറത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് സൺലൈറ്റ് എല്ലാം കിട്ടിയാൽ, സ്പെഷ്യലി ഇങ്ങനെ കളർഫുൾ പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല കളറൊക്കെ ഉണ്ടാവും സൺലൈറ്റ് വെച്ചാൽ. പിന്നെ ഇച്ചിരി തുളസി, പനിക്കൂർക്ക, ഇങ്ങനത്തെ ചെടികളെല്ലാം ചെറുതായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ബാൽക്കണി ഇല്ല, അപ്പോൾ വിൻഡോൻ്റെ സൈഡിൽ ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇതൊക്കെ വെക്കുന്നത് ചെടികൾ ഇച്ചിരി നേരം ഒരു 1 to 2 hours വെച്ചാൽ മതി പുറത്ത്. അപ്പോൾ ബെഡൊക്കെ അറേഞ്ച് ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊന്നുമില്ല. കുഞ്ഞിന് മാത്രം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കും. കുഞ്ഞ് കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഹായ് കുഞ്ഞിവിടെ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റ് നമ്മൾ അപ്പോൾ തലേദിവസം രാത്രി കഴുകി വെച്ചതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെല്ലാം മാറ്റി പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ടുള്ള ഈസ്റ്ററിനേക്കാളും മുമ്പേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെജ് ഉണ്ടാക്കി കാണിക്കുന്നത്. വോയിസ് കൊടുക്കാൻ കുറച്ച് താമസമായിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയും ക്യാബേജ് തോരനും പിന്നെ അച്ചാറായിരിക്കും. അപ്പോൾ സിമ്പിൾ, നമ്മൾ നോയമ്പിലായിരുന്നു 40 to 50 days, അതുകൊണ്ടാണ് വെജ്. അപ്പോൾ എടുത്ത വീഡിയോ. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ പെട്ടെന്ന് വേഗവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ക്യാബേജ് അരിയാം. അപ്പോൾ ചോറ് ഞാൻ പെട്ടെന്ന് തന്നെ വേവിക്കുന്നില്ല, ഞങ്ങൾ പച്ചരി ചോറ് ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ ചൂടോടെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാബേജ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങും. ക്യാബേജ് തോരന് എപ്പോഴും ക്യാബേജ് കുറച്ച് നല്ലോണം അരിയണം, കുനായിട്ട് അരിയണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളി എന്തിനൊക്കെ ഏതെല്ലാം വെജിറ്റബിൾസ് വേണം അതെല്ലാം ഒരുമിച്ച് അരിഞ്ഞ് വെക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരു അളവിന് നമുക്ക് ആ ഒരു കെമിക്കൽസ് എല്ലാം ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മടിയൊന്നും വിചാരിക്കേണ്ട, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എസ്പെഷ്യലി കൊറോണ ടൈമിൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം മേടിക്കുമ്പോൾ എല്ലാവരും കൈയിട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്യണോ ഈ സമയത്ത്. എല്ലാ സമയത്തും ചെയ്യുന്നത് നല്ലതാണ്, അപ്പോൾ ഈ സമയത്ത് മടിയൊന്നും വിചാരിക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുതിർത്ത് വെച്ച് ഇപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപ്പിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉള്ളി, സവാള ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, വേവിക്കാൻ വയ്ക്കുക. അതേ സമയത്ത് അടുത്ത അടുപ്പിൽ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി, എല്ലാവർക്കും അറിയാമല്ലോ ഉള്ളി, പിന്നെ ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഞാൻ ക്യാബേജ് തോരൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓണം സീരീസിലുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കഴുകാനുള്ള പാത്രമെല്ലാം സൈഡിൽ കഴുകിക്കൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് കഷ്ടമാവില്ല, പെട്ടെന്ന് തന്നെ ജോലി ചെയ്യൂ. അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ക്യാബേജ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് വെന്തോളൂ. അപ്പോൾ പാത്രമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അപ്പം എടുത്ത് കഴുകി വെച്ചാൽ കൂടുതൽ ബേർഡൻ ആവില്ല. കൂടുതൽ ഇങ്ങനെ ഡംപ് അപ്പ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കഴിക്കുമ്പോഴും കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നല്ല വിചാരിക്കുമ്പോൾ നല്ലോണം മടി പിടിക്കും. അതുകൊണ്ട് അപ്പം കഴുകി വെച്ചാൽ പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെക്കാം. എന്നിട്ട് അപ്പം അവിടെ തന്നെ വാഷ് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുക്കിങ്ങിൻ്റെ സൈഡും ശ്രദ്ധിക്കണം. അടുപ്പത്ത് വെച്ചത് മറന്നുപോയിട്ട് പാത്രം കഴിക്കാൻ പോയാൽ അതൊക്കെ കരിഞ്ഞു പോകും, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ക്യാബേജ് തോരന് റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരന് എപ്പോഴും നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലവർ തേങ്ങാപ്പീര ഇടില്ല, പക്ഷെ നാട്ടിലൊക്കെ ഇടും. ഞാൻ കർണാടകയിലായതുകൊണ്ട് ആ സ്ഥലത്ത് കൂടുതൽ പേര് ഇടലില്ല. പിന്നെ ആ സമയം കൊണ്ട് വെറുതെ ഇരിക്കാതെ തുണി ഉണങ്ങിയതൊക്കെ ഉണ്ട്, അപ്പോൾ അത് വർത്താനം പറഞ്ഞുകൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ആയി. ഇനി പരിപ്പെല്ലാം വെന്തതിന് ക്യാബേജ് റെഡി ആയിട്ടുണ്ട്, ഇനി ചോറ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തുണിയൊക്കെ മടക്കിയൊക്കെ വെക്കാം.
അപ്പോൾ ഇങ്ങനെ ഇതേ പണിയെന്നല്ല, നമുക്ക് ബാക്കിയുള്ള പെൻഡിങ് പണിയെല്ലാം നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തീർത്താൽ പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ള ചെറിയ ചെറിയ പണികൾ ഇങ്ങനത്തതൊക്കെ തീർക്കുന്നത്. പിന്നെ കൂടുതൽ ഇന്നിങ്ങനെ ഹസ്ബൻഡ് ഇപ്പോൾ ലീവിലായതുകൊണ്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് പണിയൊക്കെ, അവർക്കും ബോറടിക്കില്ല, അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൊച്ചു ഉറങ്ങി. സമയം കൊണ്ട് പരിപ്പ് കറി ഉണ്ടാക്കാം. ഇപ്പോൾ പരിപ്പ് കറിക്ക് എണ്ണ ഒഴിക്കുക, കടുകിടുക, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടുക, ജീരകം ഇടണം കേട്ടോ പരിപ്പ് കറിക്ക് എസ്പെഷ്യലി, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എസ്പെഷ്യലി ഈ നോർത്ത് ഇന്ത്യൻ ദാൽ കറി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇച്ചിരി വെളുത്തുള്ളി ഇടണം കേട്ടോ, അപ്പോൾ നല്ല ഫ്ലേവറും ആയിരിക്കും. പിന്നെ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കെല്ലാം നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി തൊട്ട് പിന്നെ മല്ലിയില മസ്റ്റായിട്ട് ഇടണം. അത് ഇടാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മല്ലിയില പരിപ്പ് കറിയുടെ കൂടെ. പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ച മണം പോകുന്ന വരയ്ക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഗ്രേവിക്ക് വേണ്ടിയ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. യൂഷ്വലി ചൂടുവെള്ളം വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം വെച്ചാൽ അപ്പോൾ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്യാബേജ് തോരനും പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അത് ഇന്നലത്തെ പപ്പടം വറുത്തതായിരുന്നു. പിന്നെ തുണിയൊക്കെ മടിക്കിയതെല്ലാം കബോർഡിൽ അവരവരുടെ പ്ലേസിലെടുത്ത് വെക്കാം. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്, പരിപ്പ് കറിയും ക്യാബേജ് തോരനും. അപ്പോൾ തുണിയെല്ലാം മടക്കി, അപ്പോൾ ചോറും വെച്ച് കഴിഞ്ഞ്, പച്ചരി ആയതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ ചോറും വെച്ച് കഴിഞ്ഞ്, അപ്പോൾ പപ്പടം വറുത്തത് ഇന്നലത്തെ ബാക്കി ഉണ്ടായത്, പിന്നെ പരിപ്പ് കറി, പിന്നെ അച്ചാർ, ക്യാബേജ് തോരനും അച്ചാറും. ഇച്ചായന് മാങ്ങ അച്ചാറാണ് ഇഷ്ടം, എനിക്ക് നാരങ്ങ അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ രണ്ടുപേർക്ക് ഓരോ ടൈപ്പ് അച്ചാറാണ് എടുത്ത്. അപ്പോൾ ചോറ് ഉണ്ണുന്നതല്ല കഴിഞ്ഞ്, അതൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് കൊച്ചും ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഉണ്ണുന്നത്. അപ്പോൾ എല്ലാം തലമലായിട്ടുണ്ടാവും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം വേറെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊന്ന് കഴുകിയിട്ട് വാഷ് ബേസിനെല്ലാം നീറ്റായി വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചു ഉറങ്ങി, ഇനി കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എന്താണ് പരിപാടി? ഓക്കെ, വായിക്ക്. കൊച്ചു എണീച്ച് വന്ന് കൊച്ചിനെ ഉറക്കട്ടെ. ഇവിടെ 80% ഈ ചായ നല്ല ചായ ഇടുന്നത്. ഞാനിന്ന് ചായ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ചായ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വിത്ത് മട്ട് അടിക്കണം അല്ലേ? സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. വിത്ത് മട്ട് നല്ലോണം അടിക്കണം. നിങ്ങൾക്ക് ചായയുടെ കടുപ്പം നിങ്ങൾക്ക് തന്നെ എടുക്കാം. പകുതി ചായ താഴെ പോവാൻ നല്ലോണം ശ്രദ്ധിച്ചടിച്ചിട്ടേ. ചായ താഴെപ്പോകുന്നു. ഞാൻ ഈ കപ്പൊന്ന് കഴിയാൻ പാടില്ല. പക്ഷേ ഈ കപ്പിന്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇനി സ്ട്രെയിൻ എടുക്കുക, ഇച്ചിരി പൊക്കത്തിൽ ഒഴിക്കുക. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചായ റെഡിയായിരിക്കുകയാണ്. ചായയുടെ അളവ് നോക്കി നിങ്ങൾ ആരും ബുദ്ധിമുട്ടരുത്. ഇത് പാൽച്ചേരയാണ്, അവർക്ക് കുറച്ച് ചായ മതി. ഇത് 2ാമത്തെ കപ്പായതുകൊണ്ട് ഞാൻ പാതി എടുത്തേക്കുന്നേ ഉള്ളൂ. സോ എൻജോയ് ദ ടീ വിത്ത് സം സ്നാക്സ്. ഞങ്ങൾ ഓൾറെഡി സ്നാക്സ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചായ മാത്രം കുടിക്കാൻ പോണിപ്പോൾ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് അപ്പ് ചെയ്ത് ഞങ്ങൾ കുടിയെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഞാൻ
ഫസ്റ്റ് ഈ വീഡിയോ എടുത്താൽ ഫസ്റ്റ് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണ് ഇത്. കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല റെഡിയാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എഡിറ്റിങ് ചെയ്യണം. രാത്രിത്തേക്ക് ഇന്ന് ഭക്ഷണം ചപ്പാത്തി ആയിരിക്കും, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പരിപ്പ് കറി ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൻറ്റിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.